പെരിന്തൽമണ്ണ നഗരസഭ ഈ ഓണത്തിന് 1000 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. അതാണ് ഈ പദ്ധതി. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. തൊഴിലന്വേഷകർക്കായി പുതിയ അവസരങ്ങൾ തുറന്ന് പെരിന്തൽമണ്ണ നഗരസഭ. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ രഹിതർക്ക് ജോലി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭ ആരംഭിച്ച സേഫ് പദ്ധതിയുടെ വാർഡ് തല രജിസ്ട്രേഷൻ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ രഹിതർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേഫ്. വിജ്ഞാന കേരളം പദ്ധതിയുമായി സംയോജിച്ച് നടക്കുന്ന സേഫ് പദ്ധതിയുടെ ഭാഗമായി വാർഡ് തലത്തിൽ നടക്കുന്ന രജിസ്ട്രേഷൻ ക്യാമ്പുകളിൽ ജോലി ആവശ്യമുള്ള ഏതൊരാൾക്കും രജിസ്റ്റർ ചെയ്യാം. ജോലിയുടെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി കഴിഞ്ഞ ബജറ്റിലാണ് പെരിന്തൽമണ്ണ നഗരസഭ സേഫ് പദ്ധതി അവതരിപ്പിച്ചത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ ആരംഭിച്ച സേഫ് പദ്ധതിയുടെ വാർഡ് തല രജിസ്ട്രേഷൻ ക്യാമ്പ് നഗരസഭ ഫ്ളാറ്റിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി വാർഡ് തലത്തിൽ സംഘടിപ്പിക്കുന്ന രജിസ്ട്രേഷൻ ക്യാമ്പുകളിൽ ജോലി ആവശ്യമുള്ള ഏതൊരാൾക്കും രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തവർക്ക് ഓഗസ്റ്റ് 9 നഗരസഭ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിൽ പങ്കെടുത്ത് അനുയോജ്യമായ തൊഴിൽ നേടാനാകും. കൂടാതെ പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമുള്ള ജോലിക്കാരെയും നഗരസഭ പ്രത്യേകം പരിശീലനം നൽകി തൊഴിൽ നൽകുന്നു. ജോലിക്ക് ആളുകളെ ആവശ്യമുള്ളവരെ നഗരസഭ നേരിട്ടും സംസ്ഥാന സർക്കാർ DWMS പോർട്ടൽ വഴിയുമാണ് കണ്ടെത്തുക. വിദ്യാഭ്യാസത്തിന്റെ ഏത് മേഖലയിൽപ്പെട്ടവർക്കും സേഫ് പദ്ധതിയുടെ ഭാഗമായി രജിസ്ട്രേഷൻ ചെയ്യാനാകുമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭ ഈ ഓണത്തിന് 1000 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. അതാണ് ഈ പദ്ധതി. ഈ പദ്ധതി നമ്മൾ വാർഡ് തലത്തിൽ തൊഴിൽ അന്വേഷകരുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. അത് ഈ മാസം 17-ാം തീയതി തുടങ്ങും. എല്ലാവർക്കും ഏത് തൊഴിൽ ആവശ്യമുള്ള ആളുകൾക്കും 17-ാം തീയതി മുതൽ അതാത് വാർഡുകളിൽ വരുന്ന രജിസ്ട്രേഷൻ ക്യാമ്പുകളിൽ വന്ന് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം നമ്മൾ തൊഴിൽ മേളയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ തൊഴിൽ വേണ്ട ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇനി ജോലിക്കാർ ആവശ്യമുള്ളവരുണ്ട് നമ്മുടെ നഗരത്തിൽ. അവരുടെ രജിസ്ട്രേഷനും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും തുടർ ദിവസങ്ങളിൽ നടക്കും. അങ്ങനെ പെരിന്തൽമണ്ണയിലുള്ള ആളുകൾക്ക് പെരിന്തൽമണ്ണയിലും പുറത്തു നിന്നുള്ള കമ്പനികളുണ്ടാവും, വിദേശത്തു നിന്നുള്ള കമ്പനികളുണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് വലിയ തൊഴിൽ മേളയിലേക്ക് പോകുന്ന തുടക്കമാണ് കുറിച്ചിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്തവരെ ഉൾപ്പെടുത്തി ഓഗസ്റ്റ് 9 സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയിലൂടെ 1000 ആളുകൾക്ക് തൊഴിൽ നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് പെരിന്തൽമണ്ണ നഗരസഭ. സ്വദേശത്തും വിദേശത്തുമായി ജോലിക്കാരെ ആവശ്യമുള്ളവരെയും നഗരസഭ ഇതിന്റെ ഭാഗമായി കണ്ടെത്തും. സേഫ് പദ്ധതിയോടനുബന്ധിച്ച് നഗരസഭയിൽ ജോബ് സ്റ്റേഷൻ ഉടൻ തന്നെ ആരംഭിക്കും. പദ്ധതിയുടെ ഭാഗമായി വാർഡുകൾ കേന്ദ്രീകരിച്ച് ജൂലൈ 15 രജിസ്ട്രേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. നഗരസഭ ഫ്ളാറ്റിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 100-ലധികം തൊഴിൽ അന്വേഷകർ രജിസ്റ്റർ ചെയ്തു. CDS പ്രസിഡന്റ് സീനത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, കെ ഡിസ്ക്, മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ഹേമലത, ജനകീയാസൂത്രണ ജില്ലാ ഫെസിലിറ്റേറ്റർ A. ശ്രീധർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ KC ഹസീന, സീന, ADS അംഗം സ്മിത, കിനാദിൽ സാലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുഴുവൻ വാർഡുകളിലെയും രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷമാണ് നഗരസഭ തൊഴിൽ മേള സംഘടിപ്പിക്കുക. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.